സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും അഡ്വാൻസ് സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ഇപ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമാണ്. സ്വാതന്ത്ര്യത്തെ നാം എല്ലാം ബഹുമാനിക്കുന്നു. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാമൊക്കെ ബോധവാന്മാരുമാണ്. എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ അമിത ഉപയോഗം പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തും. ഇവിടെ ഞാൻ പറയാൻ കാരണം, ചെകുത്താൻ എന്നൊരു യൂട്യൂബർ, ഇവന്റെ വീഡിയോകളൊക്കെ ചിലപ്പോഴെങ്കിലും നിങ്ങളെപ്പോലെ ഞാനും കണ്ടിട്ടുണ്ട്. ഒരു ചലച്ചിത്ര നടനെ സ്ഥാനത്തും കുറ്റം പറയുകയാണ് ഇവന്റെ പ്രധാന വിനോദം. ഏതായാലും ഇപ്പോൾ അവനകത്തായിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗമാണ് ഇവനെ ഇപ്പോൾ വഴിക്കുള്ളിലാക്കിയത്. ജാമ്യത്തിൽ ഇറങ്ങി എന്നെല്ലാം കേൾക്കുന്നു. എങ്കിൽ പോലും സ്വാതന്ത്ര്യത്തിനും ഒരു സീലിംഗ് ഉണ്ട്. സ്വാതന്ത്ര്യത്തെ ഒരു ബഹുമാനത്തോടുകൂടെ നാമൊക്കെ സമീപിക്കേണ്ടിയിരിക്കുന്നു. ദുരുപയോഗം പലപ്പോഴും ദോഷങ്ങളിലേക്ക് നമ്മെ നയിക്കും. പിന്നെ മറ്റൊരു ചിന്ത, ഇവിടെ നമ്മുടെ ബംഗ്ലാദേശിലെ ആഭ്യന്തര യുദ്ധവും കാര്യങ്ങളും നിങ്ങളും ഞാനും വാർത്താ മാധ്യമങ്ങളിൽ നിരന്തരം കേൾക്കുന്നു. അവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങളും ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുമൊക്കെ പത്രമാധ്യമങ്ങളിലും മറ്റും നമ്മൾ വായിക്കുന്നു. അതിൽ നിങ്ങളെപ്പോലെ ഞാനും അതിൽ ദുഃഖിക്കുന്നു. കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ച് എല്ലാവിധ മതവിഭാഗങ്ങളോടും ഇതുവരെ നിലവിലുള്ള ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള മതങ്ങളോട് പോലും സഹിഷ്ണുതയോടുകൂടി പെരുമാറുന്നവരാണ് ഹിന്ദുക്കൾ. അപ്പോൾ നമ്മളിപ്പോൾ അതിനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ ഭവനങ്ങളിലും ഒക്കെ നിങ്ങൾ കണ്ടിരിക്കും. അതായത് സകലമാന നിലവിലുള്ള എല്ലാ മതങ്ങളുടെയും മതത്തിൻ്റെ അല്ലെങ്കിൽ മതം പ്രഖ്യാപിക്കുന്ന ഈശ്വരന്മാരുടെയും ചിത്രങ്ങൾ ഹിന്ദുക്കളുടെ ഭവനങ്ങളിലും അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ആ ഒരു സഹിഷ്ണുതയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. മിക്ക ഹിന്ദുക്കളുടെ കടയിലും ആ ഉടമസ്ഥന്റെ തലയ്ക്ക് മുകളിൽ ക്രിസ്തുവിൻ്റെയും മുസ്ലിം ആരാധന ചിഹ്നവും ഹിന്ദു ദൈവത്തിൻ്റെയും ഒക്കെ ചിത്രം ഒരുമിച്ച് ഒരു ചതുരത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. അതിൽ അയാള് മാല ചാർത്തുകയും ചന്ദനത്തിരി കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ അപ്പോൾ ഹിന്ദുക്കളോടുള്ള അല്ലെങ്കിൽ ഈ ഹിന്ദു ക്ഷേത്രങ്ങളോടുള്ള ഈ ബംഗ്ലാദേശിലെ സംഭവ പരമ്പരകള് നമുക്കൊക്കെ വിഷമം നൽകുന്നു. നമ്മളിപ്പോ കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിന്റെ കഥകളും മറ്റും ധാരാളം നാമൊക്കെ കേട്ടിട്ടുണ്ട്. കേട്ട് തഴമ്പിച്ചൊരു കഥയാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷവേളയില് അഡ്വാൻസായി വീണ്ടും ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും സുഹൃത്തുക്കളോടും വ്യൂവേഴ്സിനോടും ഒക്കെ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ ആഘോഷങ്ങളുടെ ക്ലിപ്പിങ്ങുകൾ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് TV ആദ്യമായി വാങ്ങിയ വേളയിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഞാൻ ഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ചെറിയ ദൃശ്യങ്ങളെ ക്ലിപ്പിങ്ങുകളൊക്കെ കാണുന്നത്.
80കളുടെ അവസാനമോ 90കളുടെ ആദ്യമാണെന്ന് തോന്നുന്നു. അതുവരെ പത്രങ്ങളിലും മറ്റും ഒന്നോ രണ്ടോ സ്റ്റില്ലുകൾ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. ലൈവായിട്ട് ഏതാനും കുഞ്ഞു ദൃശ്യങ്ങളെങ്കിലും കാണുന്നത് TV-യുടെ വരവോടുകൂടിയാണ്. പക്ഷേ വിശദമായിട്ട് ഇതിൻ്റെ ചില ചിത്രങ്ങൾ 80കളുടെ അവസാനം ഇറങ്ങിയ എൻ്റെ പഠനകാലത്ത് ഞാൻ തിയേറ്ററിൽ കണ്ട ന്യൂഡൽഹി, ജോഷി ജോയ് തോമസ്, ഡെന്നീസ് ജോസഫ് ടീമിൻ്റെ ന്യൂഡൽഹി എന്ന സിനിമയിൽ ആ കഥാഖ്യാനത്തിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ദൈർഘ്യമേറിയ ദൃശ്യങ്ങൾ ആ ചിത്രത്തിൽ ആ ഛായാഗ്രാഹകൻ്റെ ആ ഒരു മിടുക്കിൽ വർണ്ണപ്പൊലിമയോടുകൂടെ തന്നെ പകർത്തുകയുണ്ടായി. അതും ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. ന്യൂഡൽഹി എന്ന സിനിമയും അന്നൊരു കമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ പോലും അതിൻ്റെ ആ നിർവഹണവും ആ ടേക്കിങ്സും ഒക്കെ വളരെ മനോഹരമായിരുന്നു. സാങ്കേതികമായി നല്ല മേന്മ പുലർത്തിയ ഒരു ചിത്രവുമാണ്. ജോഷി എന്ന സംവിധായകൻ്റെ ആ ഒരു പേര് പ്രേക്ഷകരുടെ ഇടയിൽ കൂടുതൽ പ്രശസ്തമാക്കിയ ഒരു ചിത്രം കൂടിയാണ് ന്യൂഡൽഹി. സുഹൃത്തുക്കളെ, ഈ കുഞ്ഞു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം.